കൊച്ചി ധനുഷ്കോടി ദേശീയപാത പള്ളിവാസലിൽ മണ്ണിടിച്ചിൽ. മൂലക്കടയുടെ മുകൾ ഭാഗത്തായാണ് മണ്ണിടിഞ്ഞത്. രാത്രി ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചതിനാൽ അപകടമൊഴിവായി. പ്രിൻസ് ബി ജെയിംസ് വിവരങ്ങളുമായി ചേർന്നു. പ്രിൻസ്, ഇതെപ്പോഴായിരുന്നു സംഭവം? അപകടമൊന്നുമില്ലല്ലോ അല്ലേ ആർക്കും? കഴിഞ്ഞ രാത്രിയിലാണ് ഇത്തരത്തിൽ ദേശീയപാതയിൽ വീണ്ടും ഒരു മണ്ണിടിച്ചിലുണ്ടായത്. അതായത് അടിമാലിയിൽ കഴിഞ്ഞ ദിവസം വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കഴിഞ്ഞ രാത്രി പള്ളിവാസൽ സമീപവും ഇത്തരത്തിൽ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. വലിയ റോഡിന്റെ ഭാഗത്തേക്ക് മണ്ണിടിഞ്ഞ് വീണെങ്കിൽ പോലും കഴിഞ്ഞ രാത്രിയിൽ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിരുന്നു. പ്രത്യേകിച്ചും ഈ മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ രാത്രികാല യാത്രയ്ക്ക് ജില്ലയിൽ നിരോധനമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കുറവാണ് രാത്രികാല യാത്രകൾ ജില്ലയിലൂടെ ഉള്ളത്. ദേശീയപാതയിൽ പ്രത്യേകിച്ച് വാഹനങ്ങൾ തീരെയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തം ഒഴിവായെന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഗതാഗതം ഇപ്പോൾ ഭാഗികമായി ഈ വഴി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. രാവിലെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഈ മണ്ണിടിഞ്ഞ പ്രദേശത്ത് താഴ്ഭാഗത്തൊക്കെയായി ലയങ്ങളൊക്കെ ഉണ്ട്. ആളുകളൊക്കെ താമസിക്കുന്ന പ്രദേശമുണ്ട്. എന്തായാലും ഇവിടെയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അവരോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കുന്ന നടപടികളാണ് റവന്യൂ വകുപ്പ് സ്വീകരിക്കുന്നത്, ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നത്. ഈ ഗതാഗതമൊക്കെ ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ടോ? എന്താണ് സാഹചര്യം? രാത്രികാല യാത്രകൾക്ക് ജില്ലയിൽ നിരോധനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിടിച്ചിൽ അപകടം നടന്ന സമയത്ത് ഇതുവഴി വാഹനങ്ങളില്ലായിരുന്നു. അത് വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ സഹായിച്ചു, ഒഴിവായി തന്നെ പറയാം. അപ്പം രാവിലെ ഈ പ്രദേശത്തേക്ക് പ്രത്യേകിച്ചും മൂന്നാർ മേഖലയിലൊക്കെ ധാരാളം വാഹനങ്ങൾ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഗതാഗതം പുനഃസ്ഥാപിച്ച് രാവിലെ വരെയുള്ള നടപടികൾ സ്വീകരിക്കുകയും ഇപ്പോൾ ഭാഗികമായി ഈ പാതയിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, പ്രിൻസ് ബി ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറങ്ങും. തൊഴിലവസരങ്ങൾക്കും കുടിയേറ്റം തടയാനുള്ള നടപടികൾക്കും ഊന്നൽ നൽകുന്നതാകും പ്രകടന പത്രിക. പ്രചാരണത്തിനായി നാളെ രാഹുൽ ഗാന്ധി സംസ്ഥാനത്തെത്തും. തേജസ്വി യാദവിനൊപ്പം സംയുക്ത റാലിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. രാകേഷ് വിവരങ്ങളുമായി ചേർന്നു. രാകേഷ്, എങ്ങനെയെങ്കിലും അധികാരം പിടിച്ചേ മതിയാകൂ എന്ന് ഉറച്ച നിലപാടിലാണ് മഹാസഖ്യമുള്ളെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അപ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം പ്രകടന പത്രികയിൽ? ഭവ്യ, ജംഗിൾ രാജ് എന്ന ആക്ഷേപമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം RJDക്കെതിരെ ഉയർത്തുന്നത്. അതായത് തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ മഹാസഖ്യ സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ബീഹാറിൽ ജംഗിൾ രാജ് തിരിച്ചെത്തും എന്ന് യോഗങ്ങളിൽ നേതാക്കൾ ആരോപിച്ചിരുന്നു. സ്വാഭാവികമായും ഈ ജംഗിൾ രാജിന് മറുപടി പ്രകടന പത്രികയിൽ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഈ നിതീഷ് കുമാറിന്റെ സർക്കാരിന്റെ കാലത്ത് ബീഹാറിൽ ഉണ്ടായിട്ട് ക്രമസമാധാന പാലത്തിലെ പ്രശ്നങ്ങൾ, അതിൽ നിരവധി കേസുകൾ, ക്രിമിനൽ കേസുകൾ അടക്കം ഉയർത്തിക്കാട്ടിക്കൊണ്ട് സംസ്ഥാനത്ത് മെച്ചപ്പെട്ട ക്രമസമാധാന പാലനം ഉറപ്പുവരുത്തുക, അതിന് ഊന്നൽ നൽകിക്കൊണ്ടായിരിക്കും മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക. മറ്റൊന്ന്, യുവാക്കൾക്കും ഒപ്പം തന്നെ സ്ത്രീകൾക്കും പരിഗണന പ്രകടന പത്രികയിൽ ഉണ്ടാകും. കാരണം രാഹുൽ ഗാന്ധി നയിച്ച വോട്ടവകാശ യാത്രയിലടക്കം തന്നെ വലിയ സ്വീകാര്യത, അല്ലെങ്കിൽ ആ യാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ എത്തിയത് യുവാക്കളായിരുന്നു. അപ്പോൾ യുവാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിഷയങ്ങൾ പ്രകടന പത്രികയിൽ ഇടം പിടിക്കും. പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ ബീഹാറിൽ രൂക്ഷമാണ്. അപ്പോൾ യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്നൊരു പ്രഖ്യാപനം സ്വാഭാവികമായും ഈ പ്രകടന പത്രികയിൽ ഉണ്ടാകും. കൂടാതെ സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാനുള്ള നടപടികൾ ഇതിനോടകം തന്നെ NDA സർക്കാർ നടപ്പാക്കി കഴിഞ്ഞു. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് 10,000 രൂപ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള 10,000 രൂപ അക്കൗണ്ടിലെത്തുന്ന പദ്ധതിക്ക് അടുത്തിടെയാണ് സർക്കാർ തുടക്കം കുറിച്ചത്. അതിന് മറുപടി എന്നോണം സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാനുള്ള നടപടികൾ സ്വാഭാവികമായും പ്രകടന പത്രികയിൽ ഉണ്ടാകും. അടുത്തിടെ തേജസ്വി യാദവും ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ജീവിക വർക്കർമാരുടെ മാസ ശമ്പളം 30,000 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്ന പ്രഖ്യാപനമൊക്കെ തന്നെ തേജസ്വി നടത്തിയിരുന്നു. അപ്പോൾ തേജസ്വി അടുത്തിടെ നടത്തിയ പ്രഖ്യാപനങ്ങളൊക്കെ കൂടി പ്രകടന പത്രികയിൽ ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇന്ന് പട്നയിലാണ് പ്രകടന പത്രിക പ്രഖ്യാപിക്കാനിരിക്കുന്നത്. മാത്രവുമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആദ്യഘട്ടത്തിന് ഇനി 9 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നേതാക്കൾ ഇപ്പോൾ സംസ്ഥാനത്തേക്ക് എത്തുകയാണ്. വോട്ടവകാശ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി ഇതുവരെ എത്തിയത് ഒരു തവണ മാത്രമാണ്. പ്രത്യേകിച്ച് ബീഹാറിൽ പട്നയിൽ നടന്ന വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ കഴിഞ്ഞ 24-ാം തീയതിയാണ് രാഹുൽ ഗാന്ധി അവസാനമായി പങ്കെടുത്തത്. അതിനുശേഷം അദ്ദേഹം ബീഹാറിൽ എത്തിയിട്ടില്ല. സ്വാഭാവികമായും രാഹുൽ എന്തുകൊണ്ട് എത്തുന്നില്ല എന്ന വിമർശനം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. കോൺഗ്രസിലടക്കം നേതാക്കൾ ഇക്കാര്യം ചോദിക്കുന്നുമുണ്ട്. രാഹുൽ ഗാന്ധി ഏതായാലും നാളെ സംസ്ഥാനത്ത് എത്തുകയാണ്. 2 റാലികളിൽ രാഹുൽ ഗാന്ധി നാളെ പങ്കെടുക്കുന്നുണ്ട്. ഒന്ന് മുസഫർപൂരിലും രണ്ടാമത് ദർബാംഗയിലുമാണ് അദ്ദേഹം വോട്ട് തേടുക. തേജസ്വി യാദവിനൊപ്പമാണ് രാഹുൽ ഗാന്ധി റാലിയിൽ പങ്കെടുക്കുക. ഇന്ന് പ്രിയങ്ക ഗാന്ധിയും സംസ്ഥാനത്തുണ്ട്. അങ്ങനെ ഏതായാലും നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ബെഗുസാരായിലടക്കം റാലിയിൽ പങ്കെടുത്തതാണ്. 30-ാം തീയതി വീണ്ടും സംസ്ഥാനത്ത് മോദി എത്തുകയാണ്. പ്രധാനമന്ത്രി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്ത് ഏതായാലും NDAയുടെ പ്രചാരണം ചൂടുപിടിക്കുന്നത്. PR രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.
ശ്രീ വിഷയത്തിൽ പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ച് CPI. കടുത്ത നടപടികളിൽ നിന്ന് CPIയെ തടയാൻ പരിശ്രമിക്കുകയാണ് ഇടതു നേതൃത്വം. നവംബർ 4-ന് CPIയുടെ സംസ്ഥാന കൗൺസിൽ ചേരുന്നതിന് മുൻപ് ഇടതുമുന്നണി യോഗം ചേർന്ന് പ്രശ്നപരിഹാരത്തിനാകും ശ്രമം. ഇതിനിടെ വിവാദങ്ങളെ തള്ളുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. പാഠ്യപദ്ധതി മാറ്റേണ്ടി വരില്ലെന്നും തെറ്റായ പ്രചാരണങ്ങളാണ് നടക്കുന്നതെന്നും ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചു. സങ്കുചിത താൽപര്യങ്ങൾക്ക് മുന്നിൽ വിദ്യാഭ്യാസ നയം അടിയറവ് വയ്ക്കില്ലെന്നും ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. PV അരുൺ നൽകും വിവരങ്ങൾ. അരുൺ, വിദ്യാഭ്യാസ മന്ത്രി ഈ വിവാദങ്ങളെയൊക്കെ തള്ളിക്കൊണ്ട് ഇന്ന് പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ലേഖനം എഴുതിയത് നമ്മൾ കണ്ടതാണ്. അതിൽ പ്രധാനമായും പറയുന്നത് വിദ്യാഭ്യാസ നയം അടിയറവ് വെക്കില്ല എന്നാണ്. സങ്കുചിത താൽപര്യങ്ങൾക്ക് വഴങ്ങില്ല എന്നും അദ്ദേഹം പറയുന്നു. ഈ വിശദീകരണം അത് സ്വാഭാവികമായും CPIക്കുള്ള ഒരു മറുപടിയാണ്. ഇതെങ്ങനെ പരിഹരിക്കും ഇനി? CPIക്കുള്ള മറുപടി മാത്രമേ കാണാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വി ശിവൻകുട്ടി പറയുന്ന നിലപാടുകൾ തുടർച്ചയാണ്. പക്ഷേ ഈ നിലപാട് പറഞ്ഞതുകൊണ്ട് മാത്രം മുന്നണിയിലെ പ്രതിസന്ധി ഇപ്പോൾ അവസാനിക്കില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPI കടുത്ത നിലപാടിൽ തന്നെയാണ്. കടുത്ത നിലപാട് പറയുമ്പോൾ ഒരുപക്ഷെ അത് സർക്കാരിന്റെയും മുന്നണിയുടെയും ഒക്കെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രതിസന്ധിയായി വളരുകയാണ്. ഇന്നലെ 4 മന്ത്രിമാർ ഒപ്പിട്ട ഒരു കത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെട്ടു എന്ന ഗുരുതരമായ ആരോപണവുമായാണ്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലും തങ്ങൾ എന്താണ് ഈ PMCയുമായി ബന്ധപ്പെട്ട നിലപാടെന്ന് K രാജൻ ചോദിച്ചു. അപ്പോൾ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ മറുപടി പറഞ്ഞില്ല. അത് തൊട്ടു പിന്നാലെ കരാറിന് ഒപ്പിടുകയായിരുന്നു. 2 മന്ത്രിസഭാ യോഗങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. അന്ന് PMCയുമായി മുന്നോട്ട് പോകാനല്ല, അതിൽ കൂടുതൽ ആലോചനകൾക്കും നിയമോപദേശത്തിനും ഒക്കെയാണ് തീരുമാനിച്ചത്. അങ്ങനെയുള്ള തീരുമാനിച്ച ശേഷം മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളെ മറികടന്നുകൊണ്ട് മന്ത്രിമാരെ ഇരുട്ടു നിർത്തിക്കൊണ്ട് ഇത്തരം കരാർ ഒപ്പിട്ടത് ഗുരുതരമായ വിശ്വാസ ലംഘനമാണ് എന്നടക്കമുള്ള ആരോപണങ്ങൾ ആ കത്തിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ അത് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം തകർന്നു എന്ന നിലയിലുള്ള ആരോപണങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. അത്തരം വ്യാഖ്യാനങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. അത് ഒരുപക്ഷെ മന്ത്രിസഭയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നായി മാറും. ഈ മന്ത്രിമാരുടെ കത്ത് ഒരു ഔദ്യോഗിക രേഖയായി മാറിയത് മുഖ്യമന്ത്രിക്ക് 4 മന്ത്രിമാർ ഘടകകക്ഷിയിലെ 4 മന്ത്രിമാർ ഒപ്പിട്ട് നൽകിയ കത്താണ്. അതൊരു രേഖയായി മാറിയാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് സർക്കാരിനെ കൊണ്ടുപോകും. ആ സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. CPI നിലപാട് ഉറച്ചു നിന്നാൽ ഒരുപക്ഷെ അവർ അത്തരം നീക്കങ്ങളും നടത്തിയേക്കാം. ഇത് രേഖാമൂലം ഇത് ഒരു പരാതിയായി വരുമ്പോൾ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുന്ന ഒന്നായി മാറും. അതുകൊണ്ടാണ് CPI അനുനയിപ്പിക്കാൻ CPM ശ്രമങ്ങൾ ശക്തമാക്കുന്നത്. 4-ാം തീയതിയാണ് CPIയുടെ സംസ്ഥാന കൗൺസിലിന്റെ അനുമതിയില്ലാതെ ഈ വിഷയത്തിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകരുത് എന്ന ഉറപ്പാണ് ബിനോയ് വിശ്വത്തിൽ നിന്ന് CPI സംസ്ഥാന കൗൺസിൽ വാങ്ങിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് സംസ്ഥാന കൗൺസിൽ വളരെ നിർണായകമാണ്. അതിനു മുമ്പ് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ്. ഈ PMC പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്ന ഒറ്റ വ്യവസ്ഥ മാത്രമാണ് ഇപ്പോൾ CPI മുന്നോട്ട് വയ്ക്കുന്നത്. മുഖ്യമന്ത്രി ഇന്നലെ മുന്നോട്ട് വെച്ച ഒത്തുതീർപ്പ് ഫോർമുലകളൊന്നും CPI അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന സാഹചര്യമാണുള്ളത്. 4-ാം തീയതിക്ക് മുമ്പ് ഇടതുമുന്നണി യോഗം ചേർന്ന് ഇതിൽ ഒരു ഒത്തുതീർപ്പിനുള്ള ശ്രമമാണ് ഇപ്പോൾ CPM നടത്തുന്നത്. അത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. അതാണ് സാഹചര്യം. എന്തായാലും PM ശ്രീ വിഷയത്തിൽ പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. കടുത്ത നടപടികളിൽ നിന്ന് CPIയെ തടയാൻ പരിശ്രമിക്കുകയാണ് ഇടതു നേതൃത്വം. അത് എത്ര വേഗത്തിൽ സാധിക്കും എന്നതിലാണ് പ്രധാനപ്പെട്ട സംശയം. നവംബർ 4-ന് CPIയുടെ സംസ്ഥാന കൗൺസിൽ ചേരുന്നതിന് മുൻപ് ഇടതുമുന്നണി യോഗം ചേർന്ന് പ്രശ്നപരിഹാരത്തിനാകും ഇപ്പോൾ ശ്രമം നടക്കുന്നത്. VV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.